Next topic is conditional probability. Conditional probability of an event occurring given that another event has already occurred. The conditional probability of an event B occurring given that A has occurred is denoted by probability of B given A and is read as probability of B given A. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു മറ്റൊന്ന് നടക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാല് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. Two cards are selected in a sequence from a standard deck. 52 കാർഡിൽ നിന്ന് 2 കാർഡ് നമ്മൾ അടുപ്പിച്ച് വലിച്ചെടുക്കുകയാണ്. ആദ്യത്തെ കാർഡ് കിങ് ആയിരുന്നു. രണ്ടാമത്തെ കാർഡ് ക്വീൻ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? നമുക്ക് assume that the king is not replaced. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ പ്രോബ്ലം തന്നെ നമുക്ക് നോക്കാം. നമ്മളുടെ കയ്യിൽ 52 കാർഡ് ഉണ്ട്. നമുക്ക് അറിയാവുന്ന പോലെ നമ്മളുടെ കയ്യിൽ 52 കാർഡ് ഉണ്ട്. ഈ കാർഡിൽ നമ്മൾ ഒന്ന് ആദ്യം മാറ്റി വെച്ചു. 2 എണ്ണം ഡ്രോ ചെയ്യാണ്. ഒന്ന് ഡ്രോ ചെയ്തു. നമുക്ക് എന്താണ് പറയുന്നത്? given that the first card is a king. 2 എണ്ണം എടുത്തു. ഒന്നാമത്തത് ഒരു കിങ് ആണ്. ഒന്നാമത്തത് ഒരു കിങ് ആണ് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്നാവാം കിങ്. Now what is the probability that the second is a queen? അപ്പോ നമ്മൾ ആകെ എത്ര കാർഡ് ഉണ്ട്? 52 കാർഡ് ഉണ്ട്. ഈ 52 കാർഡിൽ ഒരു ക്വീന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ 4 ക്വീനിൽ ഒന്ന് കിട്ടുക എന്നാണ് നമ്മളുടെ ക്വീനിന്റെ സാമ്പിൾ. എന്താ പറയാ, ക്വീൻ എന്നുള്ള ഇവന്റില് 1 2 3 4 ഉണ്ട്. മൊത്തം 52 കാർഡ് ഉണ്ട്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ക്വീൻ എന്ന് പറഞ്ഞാല് 4 ക്വീൻ ഉണ്ട്. ആകെ സാമ്പിൾ സ്പേസിൽ ആകെ 52 സാമ്പിൾ പോയിന്റ് ഉണ്ട്. ഇതായിരിക്കും പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ക്വീൻ എന്ന് പറഞ്ഞാല്. പക്ഷെ പ്രോബബിലിറ്റി ഓഫ് ക്വീൻ given that we have already drawn a king. ഒരു കിങ്ങിനെ ആദ്യം ഡ്രോ ചെയ്തു എന്നുള്ളത് ക്വീനെ കിട്ടുന്നതിനെ ബാധിക്കും. കാരണം കിങ് അല്ലേ പോയിട്ടുള്ളത്. പക്ഷേ ദിസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ ക്വീൻ ഇപ്പോഴും എത്ര ഉണ്ട്? 4 ഉണ്ട്. പക്ഷേ ഒരാളെ മാറ്റി വെക്കപ്പെട്ടിട്ടുണ്ട്. 52 ആള് താഴെ ഉണ്ടാവില്ല. 4 ഡിവൈഡഡ് ബൈ 51 ഉണ്ടാവുള്ളൂ. ദിസ് ഈസ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇനി വേറൊന്നാലുക പ്രോബബിലിറ്റി ഓഫ് എ ക്വീൻ given we have already drawn a queen ആണെങ്കിലോ ഇപ്പോഴോ ഒരു ക്വീനെ ഇതാക്കി പിന്നെ ആകെ എത്ര ക്വീനെ ബാക്കിയുള്ളൂ? ആ 3ൽ നിന്ന് നമുക്ക് കിട്ടണം. ആകെ എത്ര കാർഡ് ഉണ്ട്? 51 കാർഡ്സേ ഉള്ളൂ. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. റൈറ്റ്. 2 എക്സ്പെരിമെന്റ് കോൺസിക്യൂട്ടീവ് ആയിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്നിച്ചൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ കാർഡ് എടുത്ത് നമ്മൾ കണ്ടു, അപ്പൊ രണ്ടാമത്തെ പ്രോബബിലിറ്റി. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ കണ്ട കാർഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടോട്ടൽ നമ്പറിൽ വ്യത്യാസം വരികയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. The table at the left show ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് IQ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ കുട്ടികളുടെ IQ കൂടിയ കുട്ടികളിൽ ഒരു പ്രത്യേക ജീൻ പ്രസന്റ് ആണ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ചിന്തിക്കുകയാണ്. അപ്പൊ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സ്റ്റുഡൻസ്
അവരുടെ ഐക്യവും അവരിൽ എത്രത്തോളം ഈ പർട്ടിക്കുലർ ജീന് പ്രസന്റ് ആണ് എന്നുള്ള ഒരു സ്റ്റഡി നടത്തുകയാണ്. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ കണ്ടീഷണൽ പ്രോബിലിറ്റി കാണാമെന്ന് നോക്കാം. The table on left shows the result of a study in which the researchers examined a child's IQ and the presence of a specific gene in the child. Now, find the probability that a child has a high IQ given that the child has a gene. So, we have to find probability that child has high IQ given that gene is present. ഇവിടെ ടേബിൾ തന്നിട്ട് നോക്കട്ടോ. ടേബിൾ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ, ഹൈ IQ ഉള്ള കുട്ടികളില് ജീൻ പ്രസന്റ് ആയിട്ടുള്ളത് 33, ജീൻ പ്രസന്റ് അല്ലാത്തത് 19, ആകെ 52. അപ്പൊ ഹൈ IQല് ജീൻ പ്രസന്റ് ആയിട്ടുള്ള കുട്ടികൾ എത്ര പേരുണ്ട്? ഹൈ IQല് ജീൻ പ്രസന്റ് ആയിട്ടുള്ള എത്ര കുട്ടികളുണ്ട്? ഹൈ IQ ജീൻ പ്രസന്റ് എന്ന് പറഞ്ഞാൽ 33 കുട്ടികളുണ്ട്. ഇനി അപ്പോ ഹൈ IQല് ഇതാ നോക്കാം. Find the probability that the child has high IQ present gene. Gene present ആണ് high IQ എന്ന് പറഞ്ഞതാണ്. അപ്പൊ given that the gene is present എന്ന് പറഞ്ഞാല് നമ്മൾ ജീൻ പ്രസന്റ് അല്ലാത്ത കുട്ടികളെ നോക്കേണ്ട കാര്യമല്ല. അപ്പൊ ജീൻ പ്രസന്റ് ആയിട്ടുള്ള കുട്ടികൾ ആകെ എത്ര പേരല്ലേ? 72. അതിൽ എത്ര പേർക്ക് ഹൈ IQ ഉണ്ട്? 33. അപ്പൊ 33നെ നമ്മള് ഈ ടോട്ടൽ നമ്പർ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമല്ല. കാരണം ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടില്ലേ, ചൈൽഡ് ഹാസ് ദ ജീൻ എന്നാണ്. ചൈൽഡ് ഹാസ് ദ ജീൻ. അപ്പൊ ജീനുള്ള കുട്ടികളിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ജീനുള്ള കുട്ടികളിൽ ഹൈ IQ ഉള്ള കുട്ടികൾ ഏതാണ്? എത്ര പ്രോബബിലിറ്റി വരാ? 33 out of 72. So probability equal to 33 divided by 72 ആണ് വരിക. Right. ഇനി ജീൻ ഇല്ലാത്ത കുട്ടികളിൽ ആണെങ്കിലോ 19 out of 30 ആണ് വരിക. Right. ഹൈ IQ ഉള്ള കുട്ടികളുടെ പ്രോബബിലിറ്റി എന്താ വരിക? 52 out of 102. നോർമൽ IQ ഉള്ള കുട്ടികളുടെ പ്രോബബിലിറ്റി എന്താണ് വരിക? 50 out of 102. ജീൻ പ്രസന്റ് അല്ലാതെ ഹൈ IQ ഉള്ള കുട്ടികളുടെ പ്രോബബിലിറ്റി എന്താണ് വരിക? 19 out of 30 അല്ലേ? ജീൻ നോട്ട് പ്രസന്റ് എന്ന് പറഞ്ഞാൽ ജീൻ പ്രസന്റിൽ എണ്ണേണ്ട കാര്യമില്ലല്ലോ. റൈറ്റ്. അങ്ങനെയാണ് പ്രോബബിലിറ്റി കാണാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? Find the probability that a child does not have the gene. Find the probability that a child does not have the gene given that the child has a normal IQ. First one is not a conditional probability. Second one is conditional. Like given that, right? Next one is dependent and independent events. Two events are independent if the occurrence of one event does not affect the probability of the occurrence of the other event. അതായത് നമുക്ക് ആദ്യം ഒരു ക്വീൻ കാർഡ് കിട്ടിയാൽ രണ്ടാമത് കിങ് കിട്ടാൻ പ്രോബബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നാമത് എന്താണോ കിട്ടിയത് അത് രണ്ടാമത് കിട്ടിയതിനെ അഫക്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ we say that the two events are independent. For example, we are doing the experiment, probability experiment.
Throwing a coin and rolling a die. ആദ്യം കോയിൻ ത്രോ ചെയ്ത് നമുക്ക് ഹെഡ് കിട്ടി. ഇനി ഡൈ ത്രോ ചെയ്തിട്ട് നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു ഫേസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? അതൊരിക്കലും ഈ കോയിൻ ടോസ് ചെയ്തതിനെ ബാധിക്കൂല. കാരണം കോയിൻ ടോസ് ചെയ്തതും ഈ ഡൈ ത്രോ ചെയ്തതും ഇൻഡിപെൻഡന്റ് എക്സ്പെരിമെന്റ്സ് ആണ്. അതേസമയം ഒരു ഡെക്ക് ഓഫ് കാർഡ് നമ്മൾ 2 കാർഡ് വലിക്കുമ്പോൾ ആദ്യം വലിച്ച കാർഡ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബാക്കിയുള്ള പ്രോബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോ probability of B given that A has occurred is the same as probability of B. In this case we say that the probability is independent. അപ്പോൾ ആ കേസ് നമുക്കൊന്ന് നോക്കാം. ആ കേസിലെ പ്രോബിലിറ്റി ഒന്ന് എക്സാമ്പിൾസ് നോക്കാം. Decide whether the events are independent or dependent. ഒരു സ്റ്റാൻഡേർഡ് ഡെക്കിന്ന് ഒരു കിങ് എടുക്കുക, not replacing, selecting a queen from the deck. So probability of getting a deck, what will be probability of B given A? നമ്മൾ ഓൾറെഡി കണ്ടതാണ്, കാരണം probability of this equal to probability of getting a queen given that we have already get a king. There are 4 queens, and since we have already replaced a king, we have only 51 cards. So, but what is the probability of B alone? What is the probability of B alone? Is the probability of getting probability of getting a queen from a deck is 4/52. So these 2 events are not equal, therefore they are dependent. They are not independent. So they are not independent, or they are dependent. They depend each other. Whereas the tossing a coin and getting a head and then rolling a 6-faced die and obtaining a 6 എന്ന് പറഞ്ഞാല് probability of getting 6 given that we have already got a head. എന്ന് പറഞ്ഞാല് ഹെഡ് കിട്ടിയതുകൊണ്ട് ഈ 6-ന് യാതൊന്നും ബാധിക്കില്ല. That is equal to 1/6. Whereas probability of getting 6 equal to 1/6. So probability of B given A equal to probability of A. So these 2 events are independent. Driving over 85 miles per hour and then getting a car accident. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പ്രശ്നം വെച്ചാല് probability of getting a car accident, driving over 85 miles per hour എന്ന് പറഞ്ഞാൽ എന്താ ആക്സിഡന്റിന് സാധ്യത കൂടും. So this event depends on getting an accident. So this also these 2 events are dependent, not independent. Okay. Multiplication rule of probability. Multiplication rule എന്ന് പറഞ്ഞാല് what is probability of A and what is probability of A and B? Probability of A and B equal to probability of A into probability that to B given that A has already attained. എയും ബിയും കിട്ടാനുള്ള പ്രോബബിലിറ്റി പറഞ്ഞാല് എ കിട്ടാനുള്ള പ്രോബബിലിറ്റിനെ എ കിട്ടിയതിന് ശേഷം ബി കിട്ടാനുള്ള പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റൈറ്റ്? Probability of A and B equal to probability of A multiplied by
probability of B given that A has already attained, occurred. A has already occurred. Now, when A and B are independent, what happens to probability of B given A? That's equal to probability of B itself. നമ്മൾ പറഞ്ഞു അല്ലേ, conditional probability അത് തന്നെ മാറും. So probability of A and B equal to probability of A into probability of B. When this is called the multiplication rule. This is called the multiplication rule of probability. അപ്പോൾ എപ്പോഴാണ് പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആവുക? ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്. ഇഫ് എ ആൻഡ് ബി ആർ ഡിപെൻഡന്റ്, probability of A and B equal to probability of A into probability of B given that A has occurred. Okay. Now, when A, B, C are independent, probability of A and B and C equal to probability of A into probability of B into probability of C. Okay. Probability of that a salmon swims successfully through a dam is 0.85. Find the probability of 2 salmon swim successfully through the dam. ഇപ്പോൾ ഇവിടെ A ആണ് and the probability that A is the event that a salmon swim successfully through a dam. Now, probability of A equal to 0.85. Now, what we have to show probability of A and A. രണ്ട് സാൽമൺ ഇതാവാന്ന് പറഞ്ഞാൽ വീണ്ടും വേറെ സാൽമണും ആവാന്നില്ലാണ്. ഇനി ഒരു സാൽമൺ പോകുന്ന മറ്റൊരു സാൽമണിനെ ഒരിക്കലും ബാധിക്കില്ല. രണ്ടും ഡിഫറെന്റ് അല്ലേ, രണ്ടും വേറെ വേറെ. രണ്ടിന്റെയും ഒരു സാൽമൺ കയറി എന്ന് വെച്ചിട്ട് വേറെ സാൽമണ് പോവാനുള്ള വഴി അടയുന്നില്ല. സോ these are independent, so we have probability of A into probability of A, that is equal to 0.85 into 0.85 is equal to എത്രയാണെന്ന് വെച്ചാൽ അത് കിട്ടും. ഓക്കെ, ഈ പ്രൊഡക്റ്റ് ആയിരിക്കും ആൻസർ. യെസ്, നെക്സ്റ്റ് നോക്കാം. രണ്ട് കാർഡ്സ് എടുക്കുകയാണ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് they are both heads. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹാർട്ട് ഈക്വൽ ടു എത്ര ഹാർട്ട് കാർഡുകളുണ്ട്? എത്ര ഹാർട്ട് കാർഡുകളുണ്ട്? 1 മുതൽ A മുതൽ 10 വരെ 10 എണ്ണം, 13 ഹാർട്ടിന്റെ കാർഡുകളുണ്ട്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹാർട്ട് കാർഡ് എന്ന് പറഞ്ഞാല് ആകെ 52, 4 13 ഉണ്ട്, 52. അപ്പോ 13 ഔട്ട് ഓഫ് 52 ആണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹാർട്ട് കാർഡ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹാർട്ട് കാർഡ് എന്ന് പറഞ്ഞാല് 13 ഔട്ട് ഓഫ് 52 ആണ്. ഇനി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹാർട്ട് കാർഡ്സ്, പ്രോബിലിറ്റി ഓഫ് എച്ച് ആൻഡ് എച്ച് എന്താണ്? ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എച്ച് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എച്ച് ഗിവൺ ദാറ്റ് എ ഹാർട്ട് അതായത് ഒന്നാമത്തത് എച്ച് ആവാനും ഒന്നാമത്തത് എച്ച് ആയിട്ട് രണ്ടാമത്തെ എച്ച് ആവാൻ കണ്ടീഷണൽ പ്രോബിലിറ്റി തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണ്ടി വരിക. അപ്പൊ ഒന്നാമത്തത് എച്ച് ആവാനുള്ള പ്രോബിലിറ്റി 13/52 ആണ്. പക്ഷേ ഒന്നാമത്തത് ഹെഡായി കഴിഞ്ഞാല് പിന്നെ
നമ്മളുടെ ടോട്ടൽ ഹാർട്ട് കാർഡുകളുടെ എണ്ണം എന്തായി മാറും? ഒന്ന് നമുക്ക് ഹാർട്ട് കിട്ടിക്കഴിഞ്ഞാല് ആ കാർഡിന് നമ്മൾ മാറ്റി വെച്ചാല് ബാക്കി ഹാർട്ടിന്റെ കാർഡുകൾ എത്ര ഉണ്ടാവുള്ളൂ? 12 ഉണ്ടാവുള്ളൂ. ടോട്ടൽ കാർഡുകളോ അതിലും ഈ ഒന്നിന്റെ കുറവുണ്ടാവും. അപ്പൊ 12 ഡിവൈഡ് ബൈ 51 ആയിരിക്കും രണ്ടാമത്തെ ഹാർട്ട് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പൊ 2 ഹാർട്ട് കാർഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ ഹാർട്ട് കാർഡ് കിട്ടിയിട്ട് രണ്ടാമത്തെ ഹാർട്ട് കാർഡ് കിട്ടും. അപ്പൊ ഇത് 13/52 ആണ് ഇൻ ഫാക്ട്. But the second probability is 12 out of 51. So this will be the answer. എത്രയാണ് വരിക? കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ശരിക്കും 1/4 ആണ് വരിക. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 3 ആണ് വരിക. ദാറ്റ് ഈസ് 3/51 ആയിരിക്കും ആൻസർ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ക്വസ്റ്റ്യൻ നോക്കുക. 2 cards are selected without replacing first card from the standard deck. Find the probability of selecting a king and then selecting a queen. ആദ്യം ഒരു കിങ് എടുക്കാനും പിന്നെ ക്വീൻ എടുക്കാനും. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യേണ്ടി വരും. A coin is tossed and a dice rolled. Find the probability of. ഈ രണ്ട് പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് നൺ ഓഫ് ദ 3 സർജറീസ് ആർ സക്സസ്ഫുൾ. അപ്പൊ പ്രോബിലിറ്റി ഒറ്റൊന്നു പോലും സക്സസ്ഫുൾ ആവുക, മൂന്നെണ്ണത്തിൽ ഒന്നെങ്കിലും സക്സസ്ഫുൾ ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഒന്ന് സക്സസ്ഫുൾ ആവാനുള്ള പ്രോബിലിറ്റി 0.85 ആണ്. അപ്പൊ probability let B equal to surgery. B is the event that a surgery is not successful. Then what is probability of B? ഒരു സർജറി സക്സസ്ഫുൾ ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? 0.85 ആണ്. സക്സസ്ഫുൾ ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? 1 മൈനസ് 0.85 ആയിരിക്കും. ദാറ്റ് ഈസ് 0.15. അപ്പൊ നൺ ഓഫ് ഒരു സർജറി പോലും സക്സസ്ഫുൾ ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്നാല് മൂന്നെണ്ണത്തിൽ പ്രോബിലിറ്റി ഓഫ് ബി ആൻഡ് ബി ആയിരിക്കും. That is probability of B into probability of B into probability of B ആയിരിക്കും. That is 0.15 into 0.15 into 0.15 ആയിരിക്കും. എത്രയാണ് വരിക? 0.003. 0.003 എന്ന് പറഞ്ഞാൽ എന്തിന്റെ പ്രോബിലിറ്റി ആണ്? 3 സർജറി നടത്തി 3ഉം ഫെയിലിയർ ആവാനുള്ള സാധ്യതയാണ്. ഇനി മൂന്നാമത്തെ പ്രോബിലിറ്റി വെക്കുക. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഈസ് സക്സസ്ഫുൾ. ഒന്നെങ്കിലും സക്സസ്ഫുൾ ആവാ എന്ന് പറഞ്ഞാല് ഒക്കെ ഫെയിലിയർ ആവാതിരിക്കാനാണ്. ഒക്കെ ഫെയിലിയർ ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഒക്കെ ഫെയിലിയർ ആവാനുള്ള പ്രോബിലിറ്റി 0.003 ആണ്. Therefore, probability that at least 1 is successful. എന്ന് പറഞ്ഞാല് ഒന്നെങ്കിലും ഇതാവെന്ന് പറഞ്ഞാല് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി ആൻഡ് ബി. ഇത് ആദ്യത്തെ ഫെയിലിയർ ആവാ, രണ്ടാമത്തെ ഫെയിലിയർ ആവാ, മൂന്നാമത്തെ ഫെയിലിയർ ആവാ. ഇത് സംഭവിക്കാതിരുന്നാ മതി. ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഒക്കെ ഫെയിലിയർ ആവാതിരുന്നാ മതി ഒന്നെങ്കിലും വിജയിക്കാൻ. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് പ്രോബിലിറ്റി കണ്ടാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.003. That is 0.997. ഒന്നെങ്കിലും സക്സസ്ഫുൾ ആവാനുള്ള പ്രോബിലിറ്റി ഏകദേശം 1 ആണ്. റൈറ്റ്? ഒക്കെ ഫെയിലിയർ ആവാനുള്ള സാധ്യത വെരി സ്മോൾ ആണ്.
ഒന്നെങ്കിലും സക്സസ്, മൂന്നെണ്ണത്തിൽ ഒന്നെങ്കിലും സക്സസ്ഫുൾ ആവാൻ ഹൈ പ്രോബിലിറ്റി ഉണ്ട് അല്ലെ. 1ന്റെ വളരെ അടുത്താണ്, 0.997 ആണ് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ പ്രോബ്ലം പോലെ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്തു നോക്കുക. The probability that a particular rotator cutoff surgery is successful is 0.9. അപ്പോൾ probability that 3 surgeries are successful, none of surgeries are successful, at least one of the surgeries are successful. അപ്പോൾ തൊട്ടുമുമ്പ് ചെയ്തത് അത് ആ പ്രോബ്ലം പോലെ തന്നെ ചെയ്താൽ മതി.